തിരുവനന്തപുരത്ത് ശിശുക്ഷേമ സമിതിയിൽ കുഞ്ഞിനോട് കാട്ടിയത് കൊടുംക്രൂരതയാണ്. കിടക്കയിൽ മൂത്രമൊഴിച്ചതിന്, അതും 2.5 വയസ്സുകാരി. 2.5 വയസ്സുകാരുടെ ജനനേന്ദ്രിയത്തിൽ മുറിവേൽപ്പിച്ചു. 3 ആയമാരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തു. ആ ദൃശ്യങ്ങൾ ഏഷ്യനെറ്റ് ന്യൂസ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇപ്പോൾ കെ അരുൺകുമാർ കൂടി ചേരുന്നുണ്ട്. അരുൺകുമാർ, 2.5 വയസ്സുള്ള കുഞ്ഞ് എന്ന് പറയുമ്പോൾ സംസാരിച്ച് തുടങ്ങിയിട്ടേ ഉണ്ടാവുകയുള്ളൂ. പറയുന്നത് കേൾക്കാനോ അല്ലെങ്കിൽ ഇവരുടെയൊക്കെ നിർദ്ദേശങ്ങൾ പാലിക്കാനോ ഉള്ള ഒരു സ്ഥിതിയിലേക്ക് ഇന്നലെ എത്താത്തൊരു പിഞ്ചു കുഞ്ഞെന്ന് തന്നെ നമുക്ക് പറയാം. ആ കുഞ്ഞിനോടാണ് ഈ ആയമാർ ഈ ക്രൂരത കാട്ടിയത്. എന്താണ് പരാതിയുടെ വിശദാംശം? എന്തൊക്കെയാണ് പോലീസ് നടപടി? ക്രൂരത കാണിക്കരുതെന്നുള്ള ഒരു നിയമം ഒരു പിഞ്ചു കുഞ്ഞിനോടാണ് ഇത്തരത്തിൽ സംരക്ഷിക്കപ്പെടേണ്ട കരങ്ങൾ തന്നെ ക്രൂരത കാണിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഈ സംഭവം ശിശുക്ഷേമ സമിതിയുടെ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. അതായത് ഈ 2.5 വയസ്സുകാരിയും 1 വയസ്സുകാരി അനിയത്തി ഈ ശിശുക്ഷേമ സമിതിയുടെ സംരക്ഷണയിലാണ്. ഇവർ എങ്ങനെയാണ് ഈ സംരക്ഷണ കേന്ദ്രത്തിൽ എത്തിയതെന്ന് വെച്ചാൽ, ഈ കുട്ടികളുടെ അമ്മ മരിക്കുന്നു. അമ്മ മരിച്ച് കൃത്യം 16ാമത്തെ ദിവസം അച്ഛനും ജീവനൊടുക്കുകയാണ്. അങ്ങനെയാണ് ഈ 2 കുട്ടികളും അനാഥരാകുന്നത്. ഇവരുടെ സംരക്ഷണം ശിശുക്ഷേമ സമിതി ഏറ്റെടുക്കുകയാണ്. അപ്പോൾ ഈ കുട്ടികൾ രണ്ടും ഇവിടെ കഴിയുകയാണ്. ഈ കുട്ടികളെ സംരക്ഷിച്ചിരുന്നത് ഇവിടെ ആയമാരാണ്. അവരെ ദിനചര്യയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ആയമാരാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഈ കുട്ടിയെ കുളിപ്പിക്കുന്നതിനിടെ കുട്ടി വാവിട്ട് നിലവിളിക്കുകയാണ് ഉണ്ടായത്. അപ്പോഴാണ് ഈ കുട്ടിയുടെ ശരീരഭാഗങ്ങൾ പിൻഭാഗമൊക്കെ പരിശോധിച്ചപ്പോഴാണ് ഈ നുള്ളി മുറിച്ചു വച്ചിരിക്കുന്ന മുറിവുകൾ ശ്രദ്ധയിൽപ്പെടുന്നത്. അത് അപ്പോൾ തന്നെ അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ആയമാർ ശിശുക്ഷേമ സമിതിയുടെ ജനറൽ സെക്രട്ടറി അരുൺ ഗോപിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഉടൻ തന്നെ തൈക്കാട് ആശുപത്രിയിലേക്ക് ഈ കുട്ടിയെ മാറ്റുകയും വൈദ്യസഹായം നൽകുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇക്കാര്യം ഉന്നത ഉദ്യോഗസ്ഥരെയും അതേപോലെ തന്നെ പോലീസിനെയും അറിയിക്കുകയാണ്. പോലീസ് ഇവിടെ എത്തി. ഇന്നലെ വൈകുന്നേരത്തോടു കൂടി എത്തി. ആ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന കഴിഞ്ഞ 1.5 ആഴ്ച ആ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഈ കുട്ടിയെ സംരക്ഷിച്ചിരുന്ന ആയമാരെയും മറ്റുള്ള ജീവനക്കാരെയും എല്ലാം ചോദ്യം ചെയ്തു. ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് അന്വേഷണം ഒരു 3 ജീവനക്കാരിലേക്ക് എത്തിച്ചേരുന്നത്. അവരെ ഇന്നലെ വിട്ടയച്ചു. ഇന്ന് വിളിച്ചു വരുത്തി ഈ ശിശുക്ഷേമ സമിതിയിൽ വെച്ച് തന്നെ വിശദമായി ചോദ്യം ചെയ്തു, തെളിവെടുത്തു. അപ്പോൾ ഈ 3 പേരും അവസാനം കുറ്റസമ്മതം നടത്തിയതിലൂടെയാണ് ഈ 3 പേരെയും പോക്സോ ചുമത്തി വനിതാ SIയുടെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്ത് അവരെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം ഇപ്പോൾ കോടതിയിലേക്ക് മാറ്റിയിരിക്കുന്നത്. അപ്പോൾ ഈ വിവരം മറച്ചുവെക്കാതെ ഉടൻ തന്നെ ശിശുക്ഷേമ സമിതി പോലീസിനെ അറിയിച്ചു എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരുപക്ഷെ ഇതിനുള്ളിൽ ഈ സമിതിക്ക് പേരിന് ഏതെങ്കിലും തരത്തിലുള്ള കളങ്കം ഉണ്ടാക്കും എന്ന രീതിയിൽ അത് മറച്ചു വെച്ചില്ല. അത് പോലീസിനെ വിവരം അറിയിച്ചു. ഇപ്പോൾ ഈ 3 പേരെയും അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ 3 പേരും കുറ്റസമ്മതം നൽകിയിട്ടുണ്ട്. മറ്റ് ശാസ്ത്രീയ തെളിവുകളും എല്ലാം ഇവർക്ക് എതിരാണ്. പോലീസിൻ്റെ വിശദമായ ചോദ്യം ചെയ്യൽ, ഈ കുട്ടി സ്ഥിരമായി ഈ കിടക്കയിൽ മൂത്രമൊഴിക്കുമായിരുന്നു. അതുകൊണ്ടാണ് ഈ കുട്ടിയെ ഉപദ്രവിച്ചത്. കാരണം പല പ്രാവശ്യം പറഞ്ഞപ്പോഴും കേട്ടില്ല എന്ന് ന്യായമാണ് പറയുന്നത്. ഈ 2.5 വയസ്സുകാരി എന്ത് കേൾക്കാനാണ്? വീട്ടിലൊക്കെ പലപ്പോഴായിട്ട് ഇത്തരത്തിലുള്ള കുട്ടികൾ ഇങ്ങനെ ചെയ്യുന്നതാണ്. അവരെയൊക്കെ മാതാപിതാക്കളും ഒക്കെ മുതിർന്നവരും ഒക്കെ സംരക്ഷിക്കുക, അവരെ അറിവാവുന്ന സമയം വരെ കൊണ്ടുപോവുകയൊക്കെ ചെയ്യുന്നതാണ്. പക്ഷേ ഇവിടെ കേട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കുട്ടിയെ ക്രൂരമായി ഇങ്ങനെ ഉപദ്രവിക്കുകയുണ്ടായത്. ആ സംഭവമാണ് ഇപ്പോൾ പോലീസിന് മുമ്പിൽ എത്തിക്കുന്നത്, നിയമ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ഇതുകൂടാതെ ഒരാഴ്ചയായി ഡ്യൂട്ടിയിലുണ്ടായിരുന്ന 7 താൽക്കാലിക ജീവനക്കാരെയും പിരിച്ചുവിടാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇവിടെ കുട്ടികളെ നോക്കുന്നതെല്ലാം തന്നെ 100-130ഓളം സ്റ്റാഫുണ്ട്. അതിൽ 13 പേർ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ അവരാണ് സ്ഥിരം ജീവനക്കാർ. ബാക്കി എല്ലാവരും തന്നെ ഇവിടുത്തെ താൽക്കാലിക ജീവനക്കാർ. പ്രത്യേകിച്ച് ഈ കുട്ടികളെ പരിചരിക്കുന്ന, നിരന്തരമായി അവരെ കാര്യങ്ങൾ നോക്കുന്ന ഈ പറയുന്ന അശരണരും അനാഥരുമായിട്ടുള്ള കുട്ടികളെ ഇവിടെ സംരക്ഷിക്കുന്നുണ്ട്. അതുകൂടാതെ അമ്മത്തൊട്ടിലെത്തുന്ന കുട്ടികളെ ഇവിടെ പരിചരിക്കുന്നുണ്ട്. ചെറിയ കുട്ടികൾ പ്രസവിച്ച് മണിക്കൂറുകൾക്ക് ശേഷം ഇവിടെ ഉപേക്ഷിക്കുന്ന കുട്ടികളുണ്ട്. ദിവസങ്ങൾക്ക് ശേഷം ഉപേക്ഷിക്കുന്ന കുട്ടികളുണ്ട്. അങ്ങനെ അല്ലെങ്കിൽ പോറ്റാൻ നിവൃത്തിയില്ല എന്ന് അറിയിക്കുകയും CWC ഇവർക്ക് കൈമാറുകയും ചെയ്യുന്ന കുട്ടികളുണ്ട്. ഇവർക്ക് കുറച്ചുകൂടി നല്ല സംവിധാനങ്ങൾ, നേരത്തെയുള്ള കെട്ടിടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അവർ മുതിർന്നു കഴിഞ്ഞാൽ മാറ്റാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഭൗതിക സൗകര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇവിടെ അപ്പോഴും ഇത് ഈ ശിശുക്ഷേമ സമിതിയെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ ഇത് വളരെ 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 പ്രസക്തമായ പല ചോദ്യങ്ങളും ഇപ്പോൾ ഉയരുന്നുണ്ട്. അരുൺ